കെ മുരളീധരന്റെ ബി.ജെ.പി. അനുകൂല പ്രസ്താവനയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ ബി.ജെ.പി. ചായ്വ് മറനീക്കി പുറത്തു വരികയാണ്. ഇപ്പോഴിതാ ഗവർണർക്ക് വേദിയൊരുക്കി ഗവർണറെ പ്രീതിപ്പെടുത്തുന്ന കോൺഗ്രസ് നയമാണ് കാണുന്നത്. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിവസത്തിൽ ഗവർണറെ പിടിച്ച് കസേരയിലിരുത്തി. ഉമ്മൻചാണ്ടിയുടെ ആത്മാവിന് പോലും അത് ഇഷ്ടപ്പെട്ടു കാണില്ല. ഇതിൽ നിന്നും പുറത്തു വരുന്നത് കോൺഗ്രസ് ബി.ജെ.പി. അനുഭാവമാണ്. നിയമസഭയിലാണെങ്കിൽ കൂടി ഇടതുപക്ഷത്തെ വാതോരാതെ വിമർശിക്കുന്ന പ്രവണതകൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കണ്ടതാണ്. ഗവർണർ ചെയ്യുന്ന അധികാര ദുർവിനിയോഗത്തെ ചൂണ്ടിക്കാണിക്കുകയോ അതിനെതിരെ ശബ്ദമുയർത്തുകയോ ചെയ്യാറില്ല. എന്നാൽ ഇപ്പോൾ ഗവർണറോടുള്ള അമിത വിനയം തങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കോൺഗ്രസിന്റെ പേരിൽ വേദിയൊരുക്കിയതാണ് പുതിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരിലുള്ള ഒന്നാം അനുസ്മരണ ദിനാചരണം ഉദ്ഘാടനം ചെയ്യാനാണ് ആരിഫ് മുഹമ്മദ് ഖാനെ ക്ഷണിച്ചു വരുത്തിയത്. ഇതിനായി ചുക്കാൻ പിടിച്ചത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ചാണ്ടി ഉമ്മനുമായിരുന്നു. എന്നാൽ ഇത് ഇവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. കോൺഗ്രസിലെ ഒരു കൂട്ടം നേതാക്കൾ ഇവർക്കെതിരെ തിരിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ സർക്കാരുകളെ വേട്ടയാടാനുള്ള ഉപകരണമായി കാണുന്ന ഗവർണറെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പരിപാടിയിൽ ക്ഷണിച്ചത് അനൗചിത്യമാണ് എന്നാണ് നേതാക്കൾ പറയുന്നത്. ഇതിൽ എടുത്തു ചാടി തീരുമാനം കൈക്കൊണ്ട സതീശനും ചാണ്ടിയുമ്മനും ഒറ്റപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനാചരണത്തിന്റെ പേരിൽ വിവാദത്തിനില്ല. പക്ഷേ മതനിരപേക്ഷ നിലപാടിൽ ചിലർ വെള്ളം ചേർത്ത് KPCC-യിൽ ചോദ്യം ചെയ്യുമെന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് ഒരു മുതിർന്ന നേതാവ് പ്രതികരിച്ചത്. രാവിലെ നടന്ന ഈ ചടങ്ങിൽ പ്രധാനമായും പങ്കെടുത്തത് വി.ഡി. സതീശൻ മാത്രമാണ്. അല്ലെങ്കിലും സതീശന് ഗവർണറോടുള്ള ചായ്വ് പല തവണകളായി വ്യക്തമായിട്ടുള്ളതാണ്. ഇത് നേരത്തെ തന്നെ CPM നേതാക്കൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് പോകുന്നത് കൊണ്ട് കൈപ്പത്തിയിൽ നിന്നും താമരയിലേക്ക് മാറിയവരുടെ കണക്കുകൾ ദിവസേന മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയിലാണ്. കോൺഗ്രസ് നാഷണൽ സെക്രട്ടറി ബീഹാറിന്റെ ചുമതലയുണ്ടായിരുന്ന അജയ് കപൂർ ബി.ജെ.പിയിൽ ചേർന്നത് ഈ മാർച്ച് 13-നാണ്. മാർച്ച് 11-ന് മധ്യപ്രദേശിൽ 2 മുൻ കോൺഗ്രസ് MLA-മാർ ബി.ജെ.പിയിലേക്ക് മാറിയിട്ടുണ്ട്. രാജസ്ഥാനിൽ നിന്നും 2 മുൻ മുഖ്യമന്ത്രിമാരും 3 MLA-മാരും അടക്കം 25 കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലെത്തിയത് ഈ മാർച്ച് 10-നാണ്. ഇതിനെല്ലാത്തിനും പിന്നാലെയായി കോൺഗ്രസിന് ഏറ്റവും അധികം തിരിച്ചടിയായത് പത്മജിയുടെ ബി.ജെ.പിയിലേക്കുള്ള എടുത്തുചാട്ടത്തെയാണ്.